ഇതെങ്ങനെ സംഭവിച്ചു എന്ന സീരീസിൽ സിനിമകളിലെ രസകരമായ ചില കൗതുകങ്ങളെക്കുറിച്ചാണ് നാം സംസാരിക്കാറ്. ആ സീരീസിന്റെ 3-ാമത്തെ എപ്പിസോഡാണിത്. മിഥുൻ മാനുവൽ തോമസ് എഴുതി വൈശാഖ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് ടർബോ. സിനിമയിൽ ഒരുപാടിടത്ത് ഹോളിവുഡ് സിനിമകളുടെ റെഫറൻസുകൾ കാണിക്കുന്നുണ്ട്. അതിലൊന്നായിരുന്നു സുനിൽ അവതരിപ്പിച്ച ഓട്ടോ ബില്ല എന്ന കഥാപാത്രത്തിന്റെ ഈ ഇൻട്രൊഡക്ഷൻ സീൻ. ലോകത്തെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായ 1972 ഗോഡ് ഫാദർ എന്ന സിനിമയിലെ ഗാങ്സ്റ്ററായ വീറ്റോ കൊർലിയോണി എന്ന കഥാപാത്രത്തിന് ട്രിബ്യൂട്ടായിട്ടാണ് ആ രംഗം കാണിച്ചത്. ആ കഥാപാത്രത്തിന്റെ അതേ ഡ്രസ്സും മീശയും കൂടെയുള്ള പൂച്ചയും എല്ലാം തന്നെ ഓട്ടോ ബില്ലക്കും നൽകിയിട്ടുണ്ട്. മറ്റൊന്നായിരുന്നു മാർവൽ കോമിക്സിലെ കഥാപാത്രങ്ങളുടെ റെഫറൻസുകൾ കാണിക്കുന്നത്. തോറിന്റെ ഹാമറും താനോസിന്റെ ഗ്ലൗസും എല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. അയൺമാൻ സിനിമയിലെ ഒരു രംഗം ടിവിയിൽ കാണുന്നതായി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിലെ അവസാനത്തെ ടോണി സ്റ്റാർക്കിന്റെ രംഗങ്ങളും കാണിക്കുന്നുണ്ട്. ആ സിനിമകളിൽ റോബർട്ട് ഡൗണി ജൂനിയർ അവതരിപ്പിച്ച അയൺമാൻ കഥാപാത്രത്തെയാണ് കാണിക്കുന്നത്. യഥാർത്ഥ സിനിമകളിലെ ഈ 2 രംഗങ്ങളാണ് ടർബോയിൽ കാണിക്കുന്നത്. ടർബോയിലെ ആ രംഗങ്ങളിലെ കൗതുകം എന്താണെന്നാൽ ഇതിൽ കാണിച്ചിരിക്കുന്നത് യഥാർത്ഥ ഹോളിവുഡ് സിനിമകളിലെ രംഗങ്ങളല്ല. റോബർട്ട് ഡോണി ജൂനിയറിനെയും കാണിക്കുന്നില്ല. പകരം AI ടെക്നോളജിയോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥ സിനിമാ രംഗങ്ങളിലേക്ക് മറ്റൊരാളുടെ മുഖം പേസ്റ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. OTT റിലീസിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ സിനിമ കാണിക്കുമ്പോൾ റോബർട്ട് ഡോണി ജൂനിയറിന്റെ യഥാർത്ഥ രംഗങ്ങൾ തന്നെയാണ് കാണിച്ചത്. കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ മറികടക്കാൻ വേണ്ടിയായിരിക്കാം OTTയിൽ സിനിമയിൽ ഇത്തരത്തിലൊരു മാറ്റം നടത്തിയത്. ക്രിസ്റ്റഫർ നോളന്റെ ഓസ്കാർ വിന്നിംഗ് ചിത്രമായ ഓപ്പൺഹൈമറിൽ നഗ്നരംഗങ്ങളിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി VFXലൂടെ വസ്ത്രം ധരിപ്പിച്ചതുപോലെ ആയിരിക്കാം ഇതും. 2000 സിബി മലയിൽ മോഹൻലാൽ ചിത്രമായ ദേവദൂതൻ റിലീസാകുന്നത്. വർഷങ്ങൾക്ക് ശേഷം മാറ്റ്നി നൗ ചിത്രത്തിന്റെ 4K വേർഷൻ ആമസോണിൽ സ്ട്രീം ചെയ്തിരുന്നു. അതിൽ അവർ ചില മിസ്റ്റേക്കുകളും കണ്ടെത്തിയിരുന്നു. 2024 ചിത്രത്തിന്റെ 4K അറ്റ്മോസ് ഡയറക്ടേഴ്സ് കട്ട് വേർഷൻ ഇറങ്ങിയപ്പോൾ ആ തെറ്റുകളെല്ലാം തന്നെ തിരുത്തിയിരുന്നു. അനാവശ്യ കോമഡികളും ഫൈറ്റുകളും ഒഴിവാക്കിയതല്ല, മറിച്ച് ചിത്രത്തിലെ ചില മിസ്റ്റേക്കുകൾ തന്നെ അവർ മാറ്റിയിരുന്നു. അത്തരത്തിലൊരു മിസ്റ്റേക്ക് ഈ രംഗത്തിൽ കാണാം. നിഖിൽ മഹേശ്വറിന്റെ കൊലപാതകത്തിന് മറ്റൊരാൾ കൂടി സാക്ഷിയായിരുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ അയാൾ ദൂരെ നിന്നും നോക്കി നിൽക്കുന്നതായി കാണാം. സിനിമയിലെ ആ രംഗത്തുള്ള നായ്ക്കളെ ട്രെയിൻ ചെയ്യാൻ വന്നയാൾ ആ ഫ്രെയിമിൽ പെട്ടുപോയതാണ്. പുതിയ വേർഷനിൽ VFXലൂടെ അയാളെ മായ്ച്ചു കളഞ്ഞിട്ടുമുണ്ട്. ഈ രംഗത്തിൽ സൈഡിലായി ഒരു റിഫ്ലക്ടർ വെച്ചിരിക്കുന്നത് വ്യക്തമായി കാണാവുന്നതാണ്. ഷൂട്ടിംഗ് എക്യുപ്മെന്റ്സിന്റെ വയറുകൾ അവിടെയിവിടെയായി കിടക്കുന്നതും ഈ രംഗത്ത് കാണാം. ഇവയെല്ലാം തന്നെ പുതിയ വേർഷനിൽ VFXലൂടെ മായ്ച്ചു കളഞ്ഞിട്ടുമുണ്ട്. 1992 ജയറാം, സിദ്ദിഖ്, ജഗദീഷ് ശ്രീകുമാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ഹരിദാസ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ഊട്ടിപ്പട്ടണം. മലയാളത്തിൽ 1-2 സിനിമയിൽ മാത്രം നായികയെ അഭിനയിച്ച് അപ്രത്യക്ഷമാകുന്ന നടിമാരുണ്ട്. അങ്ങനെ ഒരാളായിരുന്നു ആ സിനിമയിലെയും നായിക. സീന എന്ന കഥാപാത്രത്തെയാണ് ആ സിനിമയിൽ നടി അവതരിപ്പിച്ചത്. ഈശ്വരി റാവു എന്നാണ് ഈ നടിയുടെ പേര്. വർഷങ്ങൾക്ക് ശേഷം ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളിലൂടെ ഈ നടി വീണ്ടും മലയാളികളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. KGF ചാപ്റ്റർ 2 ഫാത്തിമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അവരായിരുന്നു. സലാറിൽ അമ്മയായി വന്നതും അതേ നടി തന്നെയായിരുന്നു. ഉണ്ടയിലും ബാന്ദ്രയിലുമെല്ലാം പിന്നീട് അവർ അഭിനയിച്ചിട്ടുണ്ട്. 94 ഇന്നസെന്റ് കഥ എഴുതി പുറത്തിറങ്ങിയ ചിത്രമാണ് പാവം I വാച്ച്. ആ കോമഡി സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് ഒരു ശവം കത്തിക്കുന്ന രംഗമുണ്ട്. കത്തിക്കുന്ന സ്ഥലത്തേക്ക് സ്മൂത്തായി എത്താൻ വേണ്ടി ശവം തന്നെ കൈകുത്തിക്കൊണ്ട് പോകുന്നത് കാണാം. ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഒരു നടൻ ഒരേ രൂപത്തിൽ 2 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാൽ കൂടെയുള്ള കഥാപാത്രങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. മലയാള സിനിമകളിൽ അങ്ങനെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ കുറിച്ച് മാത്രമായി നാം ഒരു വീഡിയോ ചെയ്തിരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ കാണിക്കുന്ന ഒരു രംഗമായിരുന്നു അക്കരെ 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 എന്ന സിനിമയിൽ കാണിച്ചത്. അവരാരാണെന്ന് മനസ്സിലായോ? പക്ഷേ ആ രംഗത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഗീതയുടെ അമ്മയാണെന്ന് ഞാൻ വിചാരിച്ചു. സത്യമായിട്ട് നിങ്ങൾ ഗീതയുടെ അമ്മയല്ലേ? പട്ടണ പ്രവേശം സിനിമയിലെ കുട നന്നാക്കുന്ന രംഗങ്ങളെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. പക്ഷെ അവിടുത്തെ മിസ്റ്റേക്ക് എന്തെന്നാൽ അത് ഗീതയുടെ അമ്മയല്ല, മറിച്ച് ശോഭയുടെ അമ്മയാണ്. എന്താ പേര്? ശോഭ. പട്ടണ പ്രവേശത്തിൽ അംബിക അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് ശോഭ എന്നാണ്, ഗീത എന്നല്ല. ശോഭ സമാധാനമായിട്ടിരിക്കും. അക്കരെ 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 സിനിമയിൽ ആ കഥാപാത്രത്തിന്റെ പേര് തെറ്റായാണ് പറഞ്ഞിരിക്കുന്നത്.
2019 വൈശാഖ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമാണ് മധുരരാജ. ആ സിനിമയിൽ സിദ്ദിഖ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് രാജേന്ദ്ര ബാബു എന്നാണ്. കാലിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ആ രംഗങ്ങളിൽ നിന്നും വ്യക്തമാണ്. പക്ഷേ പോക്കിരി രാജ സിനിമ അവസാനിക്കുന്നത് ഈ ഒരു രംഗത്തോടു കൂടിയാണ്. രാജേന്ദ്ര ബാബു പോലീസായി തുടരില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. പോലീസ് വെച്ചോണ്ടിരിക്കില്ല. പക്ഷേ ആ സംഭവങ്ങളെ കുറിച്ചൊന്നും തന്നെ മധുരരാജയിൽ എവിടെയും പറയുന്നില്ല. പോക്കിരി രാജ കൺക്ലൂഡ് ചെയ്യുന്നത് തന്നെ വില്ലൻ ഇനി പോലീസ് ആകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ വീണ്ടും പോലീസായി തന്നെ വന്നിരിക്കുന്നു. കാലെങ്ങനെ ശരിയായെന്നും എങ്ങനെ പോലീസായെന്നുമുള്ള കാര്യങ്ങളൊന്നും തന്നെ രണ്ടാം ഭാഗത്തിൽ പറഞ്ഞതേയില്ല. 1983 KG ജോർജ് സംവിധാനം ചെയ്തൊരു സിനിമയാണ് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്. മലയാള സിനിമയിലെ ചില യഥാർത്ഥ സംഭവങ്ങളാണ് സിനിമയിൽ പറയുന്നത്. ലേഖ എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നളിനി എന്ന നടിയായിരുന്നു. ഭരതൻ, രതീഷ് എന്നിവർ സിനിമയിൽ ക്യാമിയോ അപ്പിയറൻസ് നടത്തിയിരുന്നു. കഥാപാത്രത്തിന്റെ പേരായ ലേഖ എന്ന് വിളിച്ചുകൊണ്ടാണ് എല്ലാവരും സംബോധന ചെയ്യുന്നത്. എന്നാൽ രതീഷ് വരുന്ന സീനൊന്ന് ശ്രദ്ധിക്കുക. നളിനി എന്ന ആ നടിയുടെ യഥാർത്ഥ പേരാണ് രതീഷ് വിളിക്കുന്നത്. ലേഖ എന്ന കഥാപാത്രത്തിന്റെ പേര് ഉപയോഗിക്കാൻ അവിടെ വിട്ടുപോയി. KG ജോർജിന്റെ ഒരു ബ്രില്യൻസ് ആയിരിക്കാം ചിലപ്പോൾ അത്. ഷൂട്ടിങ്ങിനിടെ മരണപ്പെട്ടു പോയ നടന്മാർക്ക് മറ്റുള്ളവർ ഡബ് ചെയ്തതിനെ കുറിച്ച് നാം നടന്മാർക്ക് ശബ്ദം നൽകിയ നടന്മാർ എന്ന സീരീസിൽ 3 എപ്പിസോഡുകളായി സംസാരിച്ചിരുന്നു. 2023 ആൽഫ്രഡ് കുര്യൻ ജോസഫ് സംവിധാനം ചെയ്ത് മുകേഷ്, ഇന്നസെന്റ് എന്നിവരൊക്കെ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഫിലിപ്സ്. ഇവൻ അടി നിർത്തിയ ആ സിനിമയിൽ ഇന്നസെന്റിന് വേണ്ടി ശബ്ദം നൽകിയത് മറ്റൊരാളായിരുന്നു. നോക്കിക്കോ, അതിട്ട് ഈ മണിയങ്കിള് ഒരു ദിവസം ഒരു വരവുണ്ട്. 2021 പുറത്തിറങ്ങിയ നെടുമുടി വേണു ചിത്രമായിരുന്നു കോപം. ഇപ്പോഴാണ് നീ പുസ്തകം കയ്യിലെടുത്തതല്ലേ കള്ളി. ആ സിനിമയിൽ അദ്ദേഹത്തിന് വേണ്ടിയും ശബ്ദം നൽകിയത് മറ്റൊരാളാണ്. നടന്മാരുടെ അതേ ശബ്ദം മിമിക്രി കലാകാരന്മാരെ കൊണ്ട് അനുകരിപ്പിച്ചാണ് ഡബ് ചെയ്തത്. എന്നാൽ ശങ്കർ സിനിമയായ ഇന്ത്യൻ 2-ൽ നെടുമുടി വേണുവിന് വേണ്ടി മറ്റൊരാളെ കൊണ്ട് ഡബ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അവരെ പിടിച്ച് താക്കണം. കാരണം ഇന്ത്യൻ സിനിമയിലും അദ്ദേഹത്തിന് വേണ്ടി മറ്റൊരാളായിരുന്നു ഡബ് ചെയ്തത്. അതുപോലെ അദ്ദേഹം അഭിനയിക്കാത്ത ചില സീനുകൾ ബോഡി ഡബിളിന് വെച്ച് ഷൂട്ട് ചെയ്യുകയും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം കൊണ്ടുവരികയുമാണ് ചെയ്തത്. ബോഡി ഡബിളായി അഭിനയിച്ചത് മലയാളത്തിന്റെ സ്ഥിരം വഴിപോക്കനായ നടൻ നന്ദു പൊതുവാളായിരുന്നു. ഒറിജിനൽ സീനുകളും VFX സീനുകളും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ചിത്രത്തിലുള്ളത്. നടൻ വിവേകിന്റെ ചില രംഗങ്ങളും ബോഡി ഡബിളിനെ ഉപയോഗിച്ച് ചിത്രീകരിക്കുകയും പിന്നീട് VFXലൂടെ മുഖം റീക്രിയേറ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. അതിനായി ഉപയോഗിച്ചത് മനുബാല എന്ന നടനെയും അതുപോലെ തന്നെയാണ് സിനിമയിൽ കാണിച്ചത്. അവരുടെ ശബ്ദം ഡബ് ചെയ്തിരിക്കുന്നതും AI ഉപയോഗിച്ചുകൊണ്ടാണ്. മരണശേഷം അഭിനയിച്ചവർ എന്ന വീഡിയോയിൽ നാം ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി പറഞ്ഞിരുന്നു. തമിഴ് നടൻ നാഗേഷിനെയും കന്നഡ നടൻ വിഷ്ണുവർദ്ധനെയും എല്ലാം ഇത്തരത്തിൽ റീക്രിയേറ്റ് ചെയ്തിരുന്നു. ഇതുപോലെ സിനിമകളിലെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടുകളെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.